ആകാശവാണി. സമയത്തിന്റെ കാൽപ്പാടുകൾ നാടകം. മൂല ഹിന്ദി രചന ജിതേന്ദ്ര കപൂർ. മലയാള പരിഭാഷ ശ്രീദേവി PS. സംവിധാനം രാജേശ്വരി മോഹൻ. സംവിധാന സഹായം നിസാമുദ്ദീൻ, ദുർഗാരാജു. പങ്കെടുക്കുന്നവർ അനന്തപുരം രവി, നടുവട്ടം സത്യശീലൻ, BS അജയൻ, ഓണവില്ല് ബിൻകുമാർ, അണ്ടൂർകോണം വാഹിദ്, K സംഗീത് കുമാർ, നാരായണൻ നായർ, ബിജു കല്ലുവാതുക്കൽ, രാജ്മോഹൻ കുവളശ്ശേരി, സന്ധ്യ രാജേന്ദ്രൻ, ലിസി ജോസ്. സമയത്തിന്റെ കാൽപ്പാടുകൾ ദേശീയ നാടകം. ഈ കല്ലറയുടെ ഇരുട്ടിൽ നിന്നും നാം ആരുടെയോ തേങ്ങലുകളാണല്ലോ കേൾക്കുന്നത്. ഞാൻ അങ്ങേ എത്ര വർഷങ്ങളായി വിളിക്കുന്നു. അബലയായ ഞാൻ ഇനി എത്ര നാൾ അങ്ങയെ പ്രതീക്ഷിക്കണം? വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കൊടുത്തയച്ച ചരടിൽ സ്നേഹത്തിന്റെ ഇഴകളായിരുന്നു. ഓർക്കുന്നില്ലേ അങ്ങ്? ഹുമയോൺ, അങ്ങെന്താ ഇനിയും വരാത്തത്? കർമ്മവതിയോ? ചിത്തൗടിലെ മഹാറാണി കർമ്മവതിയോ? നമ്മുടെ ആത്മാവിനെ സാഹോദര്യവും സ്നേഹവും കൊണ്ട് ബന്ധിച്ച നാം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത നമ്മുടെ സഹോദരി രജപുത്ര റാണി കർമ്മവതിയോ ഇത്? അതെ, കർമ്മവതി തന്നെ. മതങ്ങൾ തമ്മിലുള്ള ശത്രുതയെല്ലാം മറന്ന് ഒരു പുതിയ യുഗം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിച്ച് കർമ്മവതി. ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം സാഹോദര്യത്തോടെ കഴിയണമെന്ന് ആഗ്രഹിച്ച് അതേ കർമ്മവതി. എത്രയും നാൾ താങ്കൾക്ക് വരാൻ കഴിഞ്ഞില്ല. താങ്കൾ വന്നില്ല. ഇനിയും എന്തിനാ മാന്തിക്കണം? ആ അഗ്നി ഇന്നും ജ്വലിക്കുകയാണ്. അതിന്റെ ചൂടിൽ ദേശം മുഴുവൻ വെന്തു വെണ്ണീറാവുകയാണ്. നിസ്സഹായകളായ അനേകം കർമ്മവതികൾ വേട്ടയാടപ്പെടുകയാണ്. ഹുമയോൺ, നിങ്ങളുടെ അനന്ത സമാധിയിൽ നിന്ന് ഇനിയെങ്കിലും ഉണർന്നെണീക്കൂ. ഞാൻ അങ്ങയുടെ സഹോദരി കർമ്മവതിയാണ് വിളിക്കുന്നത്. ഉണരൂ, ഉണരൂ, ഉണരൂ ഹുമയോൺ. റാണി കർമ്മവതി, നാം വന്നിരുന്നു. എന്നാൽ നമ്മുടെ ചില ദൗർബല്യങ്ങൾ കാൽവിലങ്ങുകളായി നമുക്ക് മാർഗതടസ്സം സൃഷ്ടിച്ചു. ആ ദിവസം നമുക്കിന്നും ഓർമ്മയുണ്ട്. ഹുമയൂൺ ചക്രവർത്തി, ഇവിടെയാണ് മാതാവ് കർമ്മവതി 12,000 രജപുത്ര സ്ത്രീകളോടൊപ്പം പ്രാണത്യാഗം ചെയ്തത്. താങ്കൾ കാണുന്നില്ലേ? കോട്ടയുടെ 4 ചുറ്റിലുമുള്ള ഈ കരിപുരണ്ട ചുവരുകൾ, കരിഞ്ഞുണങ്ങി നിൽക്കുന്ന ഈ വൃക്ഷങ്ങൾ, അഗ്നിയുടെ ദാഹം തീർത്തിട്ടെന്ന വണ്ണം വറ്റിവരണ്ട ഈ ജലാശയങ്ങൾ, ഇവയെല്ലാം സാക്ഷിയാണ് അങ്ങയെ സ്വന്തം സഹോദരനായി കണ്ട ആ വീരരജപുത്ര നാരിയെ അഗ്നി വിഴുങ്ങിയതിന്. അന്നാളിപ്പിടർന്ന ആ അഗ്നിനാമ്പുകളുടെ ഉഷ്ണത്തിൽ ചിത്തവിട് ഇന്നും വെന്തുരുകുകയാണ്. വിക്രമാദിത്യ മഹാരാജാവേ, അങ്ങയുടെ ദുഃഖം, അങ്ങയുടെ വേദന നാം മനസ്സിലാക്കുന്നു. ആ സമയം അവിടെ എത്തിച്ചേരാൻ നാം ഒരുപാട് പ്രയത്നിച്ചു. പക്ഷെ സാഹചര്യങ്ങളുടെ വിലങ്ങുകൾ എന്റെ കാലടികളെ പിന്നോട്ട് വലിക്കുകയാണ് ഉണ്ടായത്. താങ്കൾക്കറിയാമല്ലോ ബംഗാളിന്റെ അവസ്ഥ. ഷേർഖാന്റെ കപടതന്ത്രങ്ങളെക്കുറിച്ചും താങ്കളോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. കാലടികളിൽ ഓരോന്നിലും തറഞ്ഞു കയറുന്ന പ്രതിബന്ധങ്ങളുടെ മുള്ളുകൾ
ഓരോന്നായി പിഴുതെറിഞ്ഞാണ് നാം ഇവിടെ വരെ എത്തിയത്. എന്നിട്ടും കുറ്റബോധം നമ്മെ വേട്ടയാടുകയാണ്. ഹുമയൂൺ ചക്രവർത്തി, സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാറില്ല. അത് സ്വന്തം ഭ്രമണപഥത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. താങ്കൾ എന്തിനാണ് പശ്ചാത്തപിക്കുന്നത്? മാതാവ് കർമ്മവതി അങ്ങയോട് അപേക്ഷിച്ചിരുന്ന കാര്യം അങ്ങ് പൂർത്തീകരിച്ചല്ലോ. ബഹാദൂർ ഷായ്ക്ക് അങ്ങ് തക്ക ശിക്ഷ തന്നെയല്ലേ നൽകിയത്? ഗുജറാത്തിലെ ഏക ഛത്രാധിപതിയായി വാണിരുന്ന ബഹാദൂറിന് ഒടുവിൽ പ്രാണൻ രക്ഷിക്കാൻ പോലും പോർച്ചുഗീസുകാരെ ശരണം പ്രാപിക്കേണ്ടി വന്നില്ലേ? നമ്മെക്കൊണ്ട് ചെയ്യാൻ സാധിച്ചത് നാം ചെയ്തു. പക്ഷേ ചെയ്യാൻ ആഗ്രഹിച്ചത് ചെയ്യാൻ കഴിഞ്ഞതുമില്ല. ആ വ്യഥ നമ്മിൽ നിന്നൊരിക്കലും വിട്ടുമാറുകയില്ല, ഒരിക്കലും. മഹാരാജാവേ, അന്നത്തെ യുദ്ധത്തെക്കുറിച്ച് വിശദമായി പറയൂ, കേൾക്കട്ടെ. ചക്രവർത്തി, ഗുജറാത്തും മേവാറും തമ്മിലുള്ള ശത്രുതയുടെ ചരിത്രം യുഗങ്ങളായി നിലനിന്നിരുന്ന ഒന്നാണ്. പക്ഷേ അതൊരു ദാവാഗ്നിയായി രൂപം പ്രാപിച്ചത് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് സംഗ്രാമസിംഹന്റെ കാലത്താണ്. മുല്ലൂഖ് ഖാൻ, നമ്മുടെ പിതാവിന്റെ പരാജയം ഇന്നും എന്റെ മനസ്സിൽ അണയാത്ത തീയായി ആളിക്കത്തുകയാണ്. മേവാറിലെ രാജാവ് മഹാറാണ സംഗ്രാമസിംഹൻ ഗുജറാത്തിലെ ചക്രവർത്തിയുടെ കഴുത്തിൽ വാളൂന്നി അദ്ദേഹത്തെ കീഴ്പ്പെടുത്തിയത് നമുക്കെങ്ങനെ മറക്കാനാകും? അങ്ങ് പറയുന്നത് തികച്ചും ശരിയാണ് ഹുസൂർ. അതുമാത്രമോ, അന്നവർ തച്ചുടച്ച നമ്മുടെ പ്രവേശന കവാടത്തിന്റെ അവശിഷ്ടങ്ങൾ റാണ കുംഭൻ തങ്ങളുടെ വിജയത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി മേവാറിലേക്ക് കൊണ്ടുപോയില്ലേ? ആ അവശിഷ്ടങ്ങൾ ചിത്തൗഡിലെ ഭൂമിയിൽ കിടന്ന് നമ്മെ നോക്കി പരിഹസിക്കുകയാണ് ചക്രവർത്തി. ഈ അപമാനങ്ങളുടെ എല്ലാം തീക്കുണ്ടത്തിൽ കിടന്ന് നാം എത്ര നാൾ ജീവിക്കും? മേവാറിന്റെ ഈ ധാർഷ്ട്യം മാത്രമോ, ആ രാജ്യദ്രോഹിക്ക് അഭയം കൊടുക്കുക കൂടി ചെയ്തിരിക്കുന്നു. യാ അല്ലാ, അവരുടെ അഹങ്കാരം അതിരു കടന്നിരിക്കുന്നു. ഖദർ ഖാൻ, ചിത്തൗഡിൽ നിന്ന് നമ്മുടെ ദൂതൻ ഒരു സന്ദേശം കൊണ്ടുവന്നിരിക്കുന്നു. അതൊന്ന് വായിക്കൂ. ആജ്ഞ പോലെ മഹാപ്രഭു. ബഹുമാനപ്പെട്ട ഗുജറാത്തിലെ അധിപതിക്ക് മേവാറിലെ മഹാരാജാവ് വിക്രമാദിത്യന്റെ പ്രണാമം. ദൂതൻ മുഖേന കൊടുത്തയച്ച കത്തു കിട്ടി. അങ്ങേക്കറിയാമല്ലോ, മേവാറിലെ പരമ്പരാഗത രീതികൾ. സ്വന്തം ജീവൻ പോലും ത്യജിച്ചും നാം ശരണാഗതരെ രക്ഷിക്കുകയാണ് പതിവ്. താങ്കളുടെ ഭ്രാതാവ് ചാന്ദ് ഖാൻ താങ്കൾക്ക് രാജ്യദ്രോഹിയായിരിക്കാം, പക്ഷേ അദ്ദേഹം ഞങ്ങൾക്ക് അതിഥിയാണ്. ഞങ്ങൾ ഒരിക്കലും അദ്ദേഹത്തെ ഉപേക്ഷിക്കുകയില്ല. നമുക്കൊന്നേ പറയാനുള്ളൂ, ഇനിയെങ്കിലും ശത്രുതാ മനോഭാവം വെടിഞ്ഞ് സ്നേഹത്തിന്റെ നൂലുകൊണ്ട് അദ്ദേഹത്തെ വലിച്ചു നോക്കൂ. അദ്ദേഹം അതിൽ പിടിച്ച് സ്വയം വന്നുകൊള്ളൂ. വിക്രമാദിത്യൻ. ചക്രവർത്തി, ആ വിക്രമാദിത്യ രാജാവിന്റെ ഒരു ധൈര്യം താങ്കളെ ഉപദേശിക്കാൻ വന്നിരിക്കുകയാണ്. ആ ശിരസ് ചവിട്ടി അരയ്ക്കുകയാണ് വേണ്ടത്. മുല്ലൂഖ് ഖാൻ, നിങ്ങൾക്കൊക്കെ വിശ്വസിക്കാം. ആ ധിക്കാരിയുടെ ധിക്കാരത്തിന് തക്ക ശിക്ഷ നാം കൊടുക്കുന്നുണ്ട്. പോകൂ, പോയി സൈന്യത്തെ തയ്യാറാകാൻ ആജ്ഞ കൊടുക്കൂ. പിന്നെ ദൂതനെ അയച്ച് പോർച്ചുഗീസ് ഗവർണറോട് വെടിയുണ്ടകളും പീരങ്കികളും തയ്യാറാക്കാൻ സന്ദേശം കൊടുക്കൂ. അവരുടെ സഹായം നമുക്കൊഴിച്ചുകൂടാൻ വയ്യാത്തതാണ്. ആജ്ഞ പോലെ മഹാരാജാവ്. മേവാറിനോട് പകരം വീട്ടാൻ ഇതാ നാം തയ്യാറായി കഴിഞ്ഞു. ഈ ബഹാദൂർ ഷാ, നമ്മുടെ പ്രതികാരത്തിന്റെ ചൂട് മേവാറിലെ ജനങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഇന്നേക്ക് 3-ാം നാളിന് ശേഷം നമ്മുടെ സൈനികർ മേവാറിന്റെ സന്തോഷത്തെ എന്നേക്കുമായി ഇല്ലാതാക്കുക തന്നെ ചെയ്യും. ഭീൽ രാജാവേ, അങ്ങ് എന്തെങ്കിലും ഒന്ന് പറയൂ. ഞാൻ എന്തു പറയാനാണ് സോനിങ്കറാവു? ഞാൻ കാട്ടിൽ വസിക്കുന്ന വെറും ഒരു ഭീൽ. രാജ്യതന്ത്രത്തെക്കുറിച്ചൊക്കെയുള്ള അറിവ് എനിക്കെങ്ങനെ ലഭിക്കാനാണ്? താങ്കളുടെ വിഷമം നമുക്ക് മനസ്സിലാവും. മേവാറിൽ ഭീലന്മാരോട് അവഗണന ഉണ്ടായിട്ടുണ്ട്. രാജ്യത്തിനു വേണ്ടി നിങ്ങൾ വരിച്ച രക്തസാക്ഷിത്വമെല്ലാം മറന്നുപോയിരിക്കുന്നു മേവാറിലെ ജനത. പക്ഷേ ഒന്ന് മനസ്സിലാക്കൂ, മാനാപമാനങ്ങളുടെ കണക്കെടുപ്പിനുള്ള സമയമല്ലിത്. മേവാറിന്റെ പ്രതാപം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണിപ്പോൾ. പക്ഷേ ഈ അവസ്ഥയിലും മേവാറിന്റെ കോട്ടവാതിലിൽ അസ്ത്രശസ്ത്രങ്ങളുടെ ശബ്ദമല്ല, പകരം ചിലങ്കകളുടെയും വളകളുടെയും കിലക്കമല്ലേ കേൾക്കുന്നത്? വിക്രമാദിത്യ മഹാരാജാവ് സദാ ആഡംബര വിലാസങ്ങളിൽ മുഴുകിയല്ലേ കഴിയുന്നത്? ഓരോ നിമിഷവും വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ വിലാപം
ഗായികമാരുടെ ഗാനങ്ങളിൽ മുങ്ങിപ്പോവുകയാണ്. തീർച്ചയായും ഇത് ദുഃഖിക്കേണ്ട വിഷയം തന്നെയാണ്. പക്ഷെ ഒന്നോർക്കൂ, രാജാവ് വിലാസങ്ങളിൽ മുങ്ങിയതുകൊണ്ട് രജപുത്ര പ്രതാപത്തെയും അതിൽ നാം മുക്കി താഴ്ത്തണോ? ദുർഗാദാസ, അങ്ങ് പറഞ്ഞത് തികച്ചും ശരിയാണ്. പക്ഷേ മേവാറിന്റെ സാഹചര്യങ്ങളെക്കുറിച്ചും നാം ഓർക്കണം. ശതാബ്ദങ്ങളായി ഇവിടെ യുദ്ധങ്ങളുടെ അഗ്നി ജ്വലിക്കുകയാണ്. നെൽക്കതിർ കൊയ്യുന്ന ലാഘവത്തോടെയാണ് ശത്രുക്കൾ നമ്മുടെ പുരുഷന്മാരുടെ തല കൊയ്യുന്നത്. സ്ത്രീകളാണെങ്കിലോ അവർ ആത്മാഹൂതി ചെയ്യുന്ന ആ ചിതാഗ്നിക്ക് ഇന്നുവരെയും അണയാൻ സാധിച്ചിട്ടില്ല. ഇങ്ങനെ പോയാൽ സ്ഥിതിഗതികൾ എവിടെ വരെ എത്തും ഒന്നും അറിയില്ല. സോണിംഗ റാവു, നാം രജപുത്രരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാ ധൈര്യവും ശൗര്യവും. യുദ്ധം നമ്മുടെ നിയമമാണ്. അതിൽ നിന്ന് നമുക്ക് എങ്ങനെയാ ഓടി ഒളിക്കാൻ കഴിയുന്നത്? യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ നാം ശ്രമിക്കണം. നമ്മുടെ പക്ഷത്ത് സൈന്യത്തിന്റെ അഭാവം വേണ്ടുവോളമുണ്ട്. അതെ, അതാണ് സത്യം. മഹാരാജാവ് കുതിരപ്പടയ്ക്ക് പകരം കാലാൾപ്പടയുടെ എണ്ണം കൂട്ടാൻ ശ്രമിച്ചത് വലിയ അബദ്ധമാണ്. കുതിരപ്പടയുടെ എണ്ണം നമുക്ക് വളരെ കുറവാണ്. നമ്മുടെ കാലാൾപ്പട ഗുജറാത്തിലെ കുതിരപ്പടയ്ക്ക് മുന്നിൽ എങ്ങനെ പിടിച്ചു നിൽക്കും? അതെ അതെ, അതുതന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി. മഹാരാജാവിന്റെ ഈ നടപടിയോട് സകല സൈനികരും എതിരാണ്. സമയം വളരെ കുറവാണ്. ആലോചിച്ച് തീരുമാനമെടുക്കേണ്ട അവസരവുമാണ്. ഒരാൾ ചെയ്ത തെറ്റിന്റെ ശിക്ഷ ഒരു സമൂഹം മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്നത് ഒരിക്കലും അനുവദിച്ചുകൂടാ. രജപുത്ര വംശത്തിന്റെ ദീപം കുലകമല ദിവാകരൻ മേവാർ അധിപതി മഹാറാണ ശ്രീ വിക്രമാദിത്യ മഹാരാജാവ് എഴുന്നള്ളുന്നു. ബഹുമാനപ്പെട്ട മന്ത്രിവര്യരെ, വിശിഷ്ടാതിഥികളെ, ഉപവിഷ്ടരായാലും സഭാ നടപടികൾ ആരംഭിക്കുകയാണ്. സേനാപതി, അങ്ങയുടെ അഭിപ്രായത്താലാണ് ഇപ്പോൾ ഈ സഭ കൂടിയിരിക്കുന്നത്. അങ്ങക്ക് എന്താണ് പറയാനുള്ളത്? മഹാമഹിമാവേ, ഗുജറാത്തിലെ ചക്രവർത്തി ബഹാദൂർ ഷാ മേവാറിനെ ആക്രമിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് എന്നൊരു വാർത്തയുണ്ട്. അദ്ദേഹത്തെ സഹായിക്കാൻ മാൾവാ സൈന്യവും പോർച്ചുഗീസ് തോക്കുകളും പീരങ്കികളും ഒക്കെയുണ്ട്. സാഹചര്യം വളരെ മോശമാണ്. നമ്മുടെ സൈന്യത്തിന്റെ സ്ഥിതിയെക്കുറിച്ച് അങ്ങ് മനസ്സിലാക്കണം. ആ, മേവാറിന്റെ ഇന്നത്തെ സാഹചര്യങ്ങൾ മോശമാണെന്ന് നാം മനസ്സിലാക്കുന്നു. പക്ഷേ ഒന്നെനിക്ക് മനസ്സിലാവുന്നില്ല. രജപുത്രന്മാർക്ക് എന്നു മുതലാണ് ഭയമുണ്ടായി തുടങ്ങിയത്? നമുക്ക് നമ്മുടെ യോദ്ധാക്കളിൽ പൂർണ്ണ വിശ്വാസമാണ്. നാം ധൈര്യപൂർവ്വം യുദ്ധം ചെയ്യും. ഗുജറാത്തിലെ തന്ത്രങ്ങളെല്ലാം നാം അടിയറവ് വെപ്പിക്കും. മഹാരാജാവേ, ഈ സമയം വെറുതെ ഭാവന കയറാനുള്ളതല്ല, പ്രവർത്തിക്കാനുള്ളതാണ്. നമ്മുടെ പദ്ധതികളിൽ ഒരു ചെറിയ പോരായ്മ സംഭവിച്ചാൽ മതി, രജപുത്ര പ്രതാപം മുഴുവൻ നശിച്ചില്ലാതാവും. ഒരിക്കലും നാം അതിനിടവരുത്തുകയില്ല. യുദ്ധം നാം നയിക്കും. നാം ശത്രുക്കളുടെ ഇടയിൽ ചാടി വീണ് അവരെ തടയും. താങ്കൾ ഒട്ടും വ്യാകുലപ്പെടാതെ കോട്ടയുടെ കാര്യങ്ങൾ നോക്കൂ. ക്ഷമിക്കണം മഹാരാജാവേ, ശത്രുക്കൾക്ക് അസംഖ്യം കുതിരപ്പടയുണ്ട്. നമുക്കോ കഷ്ടിച്ച് 1000 പോലും തികയില്ല. അതിനെന്താ സേനാപതി? അശ്വാരോഹി ആക്രമിക്കുന്നത് എപ്പോഴും കുതിരയുടെ ഗതിക്കനുസരിച്ചാണ്. അയാൾക്ക് യുദ്ധം ചെയ്യുന്നതിനൊപ്പം കുതിരയുടെ ഗതിയും നിയന്ത്രിക്കേണ്ടതുണ്ട്. എന്നാൽ നമ്മുടെ കാലാൾ സൈന്യം തികച്ചും സ്വതന്ത്രരാണ്. അവർക്ക് അവരുടെ സൗകര്യത്തിനനുസരിച്ച് യുദ്ധം ചെയ്യാൻ കഴിയും. എന്റെ മനസ്സിലും സന്ദേഹമുണ്ട് പ്രഭു. അങ്ങൊട്ടും വ്യാകുലപ്പെടണ്ട. നാം വളരെ ആലോചിച്ചു തന്നെയാണ് പദ്ധതികൾ ആസൂത്രണം ചെയ്തത്. വിജയം നമ്മോടൊപ്പമേ ഉണ്ടാകൂ. ദൂത, യുദ്ധസ്ഥലത്ത് നിന്നും എന്ത് വാർത്തയാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ശുഭവാർത്തയല്ല അമ്മ മഹാറാണി. മഹാരാജാവ് കഠിനമായി പ്രയത്നിച്ച് ഗുജറാത്ത് സൈന്യവുമായി മല്ലിടുന്നുണ്ട്. പക്ഷേ എന്തു പക്ഷേ? സ്പഷ്ടമായി പറയൂ. ഏത് വാർത്ത കേൾക്കാനും ഈ കർമ്മവതി മനസ്സിനെ പാകപ്പെടുത്തിയിട്ടുണ്ട്. ശത്രുപക്ഷം വളരെ പ്രബലരാണ്. പിന്നെ പറയൂ. ക്ഷമിക്കണം മഹാറാണി, താങ്കളുടെ സഹോദരപുത്രൻ നരസിംഹദേവനും ചന്ദേരി രാജാവ് മേദിനി റാവുവും അനേകം സൈനികരോടൊപ്പം ശത്രുപക്ഷത്തേക്ക് കൂറുമാറി. നമ്മുടെ യുദ്ധതന്ത്രങ്ങളും വ്യൂഹം ചമയ്ക്കലുമെല്ലാം ശത്രുപക്ഷത്തിന് മനസ്സിലാക്കി കൊടുത്തിട്ട് അവരോടൊപ്പം ചേർന്ന് നമുക്കെതിരെ യുദ്ധം ചെയ്യുകയാണ് അമ്മ മഹാറാണി. ഇതെല്ലാം മനസ്സിലാക്കിയ ബഹാദൂർ ഷാ കൂടുതൽ കരുത്തോടെ ആഞ്ഞടിക്കുകയാണ്. നമ്മുടെ സേനാനായകർ ഹതപ്രഭരാണ് റാണി. നാം ഭയന്നത് തന്നെ സംഭവിച്ചു. നമുക്കറിയാമായിരുന്നു മേവാറിന്റെ മണ്ണിൽ
ഐക്യമില്ലായ്മ വളരെ നാളായി ഉടലെടുത്തിരുന്നുവെന്ന്. മഹാറാണയുടെ വിലാസ ജീവിതവും ഉദ്ദണ്ഡ സ്വഭാവവും അനേകം ശത്രുക്കളെയാണ് സൃഷ്ടിച്ചത്. അവർ അവസരം കാത്ത് കഴിയുകയായിരുന്നു. ഇന്നിതാ ബഹാദൂർ ഷായുടെ ആക്രമണം അവർക്ക് വാതിൽ തുറന്നുകൊടുത്തു. ഇനി ഭഗവാൻ മഹാദേവന് മാത്രമേ മേവാറിനെ രക്ഷിക്കാൻ സാധിക്കൂ. വിക്രമാദിത്യൻ ഇപ്പോൾ ഏത് യുദ്ധനീതിയാണ് പ്രയോഗിക്കുന്നത്? മഹാരാജാവ് വളരെയധികം വിവശനാണ്. അദ്ദേഹം ശത്രു സൈന്യാധിപന്റെ പക്കൽ സന്ധി പ്രസ്താവന കൊടുത്തയച്ചു. മേവാറിനാൽ പിടിച്ചടക്കപ്പെട്ട മാണ്ഡവും സമീപ പ്രദേശങ്ങളും തിരികെ നൽകാം എന്നായിരുന്നു ആ സന്ദേശത്തിൽ. പക്ഷേ ബഹാദൂർ ഷായുടെ ലക്ഷ്യം മേവാർ മുഴുവൻ പിടിച്ചടക്കലാണ്. അദ്ദേഹം സന്ധി പ്രസ്താവന തിരസ്കരിക്കുക മാത്രമല്ല, കൂടുതൽ കരുത്തോടെ നമുക്ക് നേരെ പാഞ്ഞെടുക്കുകയാണ്. ഇനി ഇപ്പോ അതിഭയങ്കര യുദ്ധം നടക്കുകയാവും. യുദ്ധം ഭയാനകമായി മാറുകയാണ് മഹാറാണി. അവിടുന്ന് സുരക്ഷിതരായാലും മേവാറിന്റെ സുരക്ഷ മാത്രമാണ് എന്റെ സുരക്ഷ. യുദ്ധഭൂമിയിൽ എന്താണിപ്പോൾ സംഭവിക്കുന്നത്? തെളിച്ചു പറയൂ. ശത്രുക്കൾ കൊടുങ്കാറ്റ് പോലെ നാലു ചുറ്റും വളഞ്ഞ് നമ്മെ ആക്രമിക്കുകയാണ്. ഇത്രയും ആഘാതം നാം ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലായിരുന്നു. അവർ ഓരോ വ്യൂഹങ്ങളും തകർത്ത് ചിത്തോടിലെ കോട്ട വളഞ്ഞിരിക്കുകയാണ്. എന്ത്? അപ്പോൾ കോട്ട? ഇല്ല അമ്മ മഹാറാണി, അത് സംഭവിച്ചിട്ടില്ല. കോട്ട ഇപ്പോഴും നമ്മുടെ അധീനതയിൽ തന്നെയാണ്. പക്ഷേ അവർ ഭൈരവ പോലം വരെ എത്തിയിരിക്കുകയാണ്. അവിടെ വരെ അവർ പിടിച്ചെടുത്തു. സ്ഥിതി വളരെ വഷളായിരിക്കുകയാണ് അമ്മ മഹാറാണി. 5000 അശ്വാരോഹികളെയും അനേകം കാലാൾപ്പടയും കൂട്ടി ബഹാദൂർ ഷാ നേരിട്ടിവിടെ എത്തിയിരിക്കുകയാണ്. എന്ത്? സേനാനായകൻ അലിഫ് ഖാന്റെ നേതൃത്വത്തിൽ 30,000 സൈനികർ ലാഹോറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മേദിനി റാവുവും മുല്ലു ഖാനും ഹനുമാൻ കവാടം വളഞ്ഞിരിക്കുകയാണ്. സിക്കന്ദർ ഖാൻ ദൗലി ഗോപുരത്തിന് നേർക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അമ്മ മഹാറാണി, എന്താണ് നാം ഈ കേൾക്കുന്നത്? ചിത്തൗട് നമ്മുടെ പക്കൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്നോ? ഇതെല്ലാം കണ്ട് നമ്മുടെ പുത്രൻ ഹതപ്രഭനായി തീർന്നുവോ? മേവാടിലെ രജപുത്രന്മാർക്ക് പുരുഷത്വം നഷ്ടപ്പെട്ടുവെന്നോ? ജവാഹർ ഭായ്, കഷ്ടകാലത്ത് ദൈവവും അനുകൂലമല്ലാതാവും. നാം ആകെ തളർന്നിരിക്കുകയാണ്. ഈ തളർച്ച എന്ന വാക്ക് രജപുത്രർ എന്നാണ് അഭ്യസിച്ചത്? രജപുത്രർക്ക് മരിക്കാൻ ഭയമോ? ഇന്ന് രജപുത്ര പുരുഷന്മാർക്ക് പ്രാണഭയം തോന്നി തുടങ്ങിയെങ്കിൽ നമ്മൾ രജപുത്ര നാരികൾ പോകും യുദ്ധത്തിന് തലയുയർത്തിപ്പിടിച്ച്. ജവാഹർ ഭായ്, വിക്രമാദിത്യൻ നമ്മുടെ പുത്രനാണ്. ഈ സമയത്ത് അവന് വേണ്ടത് കുറ്റപ്പെടുത്തലുകളല്ല, മറിച്ച് പ്രോത്സാഹനമാണ്. സമാധാനത്തോടെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്പോൾ നമ്മുടെ ആവശ്യം മേവാറിന്റെ സുരക്ഷയാണ്. നമ്മുടെ ശത്രുക്കൾ പ്രബലരാണ്. നമുക്കിടയിൽ ആഭ്യന്തര കലഹവും. വിരലിലെണ്ണാവുന്ന രജപുത്രർ യുദ്ധം ചെയ്ത് മരിച്ചാൽ നമുക്ക് മേവാറിനെ രക്ഷിക്കാൻ കഴിയുമോ? ഇന്നിനെക്കുറിച്ച് നാം ഇനി ചിന്തിക്കണ്ട. അത് മരിച്ചു കഴിഞ്ഞു. നാളെക്കുറിച്ച് മാത്രമാണ് ഇനി നമുക്ക് ചിന്തിക്കാനുള്ളത്. അപ്പോ ഇനി നാം എന്താണ് ചെയ്യേണ്ടത്? നീതി, യുദ്ധനീതി. യുദ്ധം ചെയ്യാനുള്ള സമയമല്ലിനി, സന്ധിയുടെ സമയമാണ്. ഏത് വിധേനയും നാം ഈ ദാവാഗ്നിയെ ശമിപ്പിച്ചേ മതിയാകൂ. പരസ്പരമുള്ള കലഹം അവസാനിപ്പിച്ച് വീണ്ടും ഐക്യത്തിന്റെ ശക്തി ആവാഹിക്കണം. എന്നാൽ മാത്രമേ മേവാറിന് നന്മയുണ്ടാവൂ. ഉചിതമായത് തീരുമാനിച്ചുകൊള്ളുക. നമുക്കറിയാം ബഹാദൂർ ഷായുടെ ഉദ്ദേശം. ദുദ ഖജനാവിൽ നിന്ന് രക്തം പതിച്ച ഒരു പടച്ചട്ടയും 10 സഹസ്രമുദ്രകളും എടുക്കും. സേനാപതിയോട് പറഞ്ഞ് 100 കുതിരകൾക്കും 10 ആനകൾക്കും ഏർപ്പാട് ചെയ്യൂ. ഈ കാഴ്ചദ്രവ്യങ്ങൾ എല്ലാം കൊണ്ടുചെന്ന് ബഹാദൂർ ഷായുടെ ശിബിരത്തിൽ കാഴ്ചവെക്കുക. എന്നിട്ട് പറയുക, മേവാർ ഗുജറാത്തുമായി മൈത്രി ആഗ്രഹിക്കുന്നുവെന്ന്. യുദ്ധം അവസാനിപ്പിച്ച് തിരിച്ചു പോവുകയാണെങ്കിൽ മാൾവ പിടിച്ചെടുത്ത ഭൂമിയും തിരികെ നൽകാൻ തയ്യാറാണെന്ന് പറയുക. ഏട്ടത്തി, ഇന്നെന്താ മഹാറാണി ആലോചനാ മുറിയിൽ പെട്ടെന്ന് സഭ വിളിച്ചത്? എനിക്കറിയില്ല. സന്ദേശം എനിക്കും കിട്ടിയിരുന്നു. എന്തോ അത്യാവശ്യമായി പറയാനുണ്ടെന്ന് തോന്നുന്നു. ആ ബൂന്തി രാജകുമാരനും അനുജൻ അർജുൻ സിംഹനുമായി ഇവിടേക്ക് വരുന്നുണ്ടല്ലോ. ഓ, നിങ്ങളെല്ലാം നേരത്തെ എത്തിയോ? നാം വൈകിയില്ലല്ലോ അല്ലേ? ഇല്ല ഏട്ടത്തി മഹാറാണി, ഞങ്ങളും ഇപ്പോ എത്തിയതേയുള്ളൂ. ഓഹോ, രാജകുമാരൻ അർജുൻ സിംഹനും കൂടെ ഉണ്ടല്ലോ. സ്വാഗതം രാജകുമാര. നമസ്കാരം ഇളയച്ച. നമസ്കാരം ഇളയമ്മേ. നന്നായി വരൂ കുമാര.
ബഹാദുർ ഷാ യുദ്ധം മതിയാക്കി ഗുജറാത്തിലേക്ക് തിരികെ പോയത് നിങ്ങൾക്കറിയാമല്ലോ. അതെ, ഏട്ടത്ത് ശരിയായ നീതിയാണ് പ്രയോഗിച്ചത്. പക്ഷേ പ്രശ്നം അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ബഹാദുർ ഷായുടെ മനസ്സിലിരിപ്പ് നമുക്ക് നന്നായി അറിയാം. അയാൾ ഇനിയും നമ്മെ ആക്രമിക്കും. പണവും ഭൂമിയും വീണ്ടും ആവശ്യപ്പെടും. എനിക്കുറപ്പാണ്, അതുടൻ തന്നെ സംഭവിക്കും. അയാളുടെ പക്കൽ അളവറ്റ സൈന്യമുണ്ട്. മാത്രവുമല്ല, മേവാർ പരസ്പരം കലഹിച്ച് ഛിന്നഭിന്നമായിരിക്കുകയാണെന്നും വിക്രമാദിത്യൻ യുദ്ധകലയിൽ നിപുണനല്ല എന്നും അയാൾക്ക് വ്യക്തമായി അറിയുകയും ചെയ്യും. താങ്കൾ പറഞ്ഞത് ശരിയാണ്. നമ്മുടെ സൈനിക പുറപ്പാടുകളിൽ ശരിക്കും ഒരു അഴിച്ചുപണി ആവശ്യമാണ്. പക്ഷേ അതിനുവേണ്ട പണം എവിടെ നിന്നുണ്ടാവും? വിക്രമാദിത്യൻ തന്റെ ആഡംബര ജീവിതത്തിന് ഖജനാവ് മുഴുവൻ കാലിയാക്കിയിരിക്കുകയല്ലേ. ജവാഹർ ബായി, വിക്രമാദിത്യൻ ഇപ്പോൾ മഹാറാണിയാണ്. മേവാറിന്റെ കേന്ദ്രീയ ശക്തിയാണ്. അവന്റെ തെറ്റുകുറ്റങ്ങൾ അളന്നിരുന്നാൽ കുറെ കൂടി ദുർബലരായി മാറുകയുള്ളൂ നമ്മൾ. അങ്ങ് പറഞ്ഞത് തികച്ചും ശരിയാണ്. അപ്പോ ഒരു ഉപായമുണ്ട്. നമുക്ക് വിപ്ലവാത്മകമായ ഒരു ചുവട് വെക്കേണ്ടതുണ്ട്. എന്തു ചുവട്? മുഗൾ ചക്രവർത്തി ഹുമയൂണിനെ നമ്മുടെ പക്ഷത്തേക്ക് കൊണ്ടുവരണം. അതെങ്ങനെ സംഭവിക്കും? സ്വന്തം മതസ്ഥനെതിരായി ഹുമയൂൺ വാളെടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും. നീതിബോധമുള്ള ചക്രവർത്തിയാണ് ഹുമയൂൺ. മാത്രവുമല്ല, ബഹാദുർ ഷായുടെ കുതന്ത്രങ്ങൾ പരിചിതവുമാണ്. എന്നാലും അദ്ദേഹം നമ്മോടൊപ്പം നിൽക്കില്ല എന്നാണ് തോന്നുന്നത്. തീർച്ചയായും നിൽക്കും. അദ്ദേഹത്തിന് രാഖി അയച്ചുകൊടുത്ത് അദ്ദേഹത്തെ ഞാൻ സഹോദരനാക്കും. കഷ്ടകാലം വരുമ്പോൾ സഹോദരിയുടെ പക്ഷത്ത് നിൽക്കേണ്ടത് ഒരു സഹോദരന്റെ കടമയല്ലേ? മഹാറാണി എന്തൊക്കെയാണ് ഈ പറയുന്നത്? അദ്ദേഹം ഒരു മുസൽമാനാണ്, ആക്രമണകാരിയാണ്, ഒരിക്കലും നമ്മുടെ മിത്രമല്ല. നോക്കൂ, മുഗളന്മാരുടെ ചരിത്രം മറ്റു യവനന്മാരുടേതിനേക്കാൾ തികച്ചും ഭിന്നമാണ്. അവർ ആക്രമണകാരികളായിരുന്നു. പക്ഷെ ഇപ്പോഴല്ല. അവർ യവനന്മാരെ പോലെ ദേശത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചില്ല. ഇവിടുത്തെ മതപരമായ സ്ഥലങ്ങൾ കൊള്ളയടിച്ചില്ല. അവർ ഇവിടെ വസിച്ച് ഒരു സുസ്ഥിരമായ ഭരണം കാഴ്ചവെക്കാനാണ് ശ്രമിക്കുന്നത്. ഏടത്തി, തീ കൊണ്ടാണ് താങ്കൾ കളിക്കാൻ പോകുന്നത്. നമ്മുടെ ജനങ്ങൾ ഇക്കാര്യം സ്വാഗതം ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? സ്വാഗതം ചെയ്തേ മതിയാകൂ. ഒരേ വീട്ടിൽ രണ്ട് ശത്രുക്കൾക്ക് ഒരിക്കലും ഒരുമിച്ച് കഴിയാൻ പറ്റില്ല. ഒന്നുകിൽ അവരാ വീട് നശിപ്പിക്കും, അല്ലെങ്കിൽ സ്വയം നശിക്കും. എന്നാൽ രണ്ട് സുഹൃത്തുക്കളാണ് ഒരുമിച്ച് കഴിയുന്നതെങ്കിൽ തീർച്ചയായും അവിടെ ഒരു സ്വർഗമായി മാറും. ഞാൻ പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. താങ്കൾ ഇപ്പോൾ സ്വപ്ന ലോകത്താണോ? ഒരിക്കലുമല്ല ബാക്സിംഗ്. ഇന്നും നാളെയും സംഭവിക്കുന്ന യാഥാർത്ഥ്യമാണിത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. അനേക യുദ്ധങ്ങൾ കഴിഞ്ഞിട്ടും ബാബർ ചക്രവർത്തി ഇവിടെ നിന്നും പോകാൻ തുനിഞ്ഞോ? ഹുമയൂൺ ചക്രവർത്തിയും അതെ. മുഗളന്മാർ ഈ ദേശത്തിൽ തന്നെ സ്ഥിരമായി ഉണ്ടാകും. ചരിത്രത്തിലെ മറ്റു ചില കാലങ്ങളിൽ സംഭവിച്ചതുപോലെ ഒരു പുതിയ സമന്വയ സംസ്കാരം ഇവിടെ ഉടലെടുക്കുകയും ചെയ്യും. ആ പുതിയ സംസ്കാരത്തിന് അടിത്തറ പാകാൻ എന്റെ രാഖിക്ക് കഴിഞ്ഞാൽ? എനിക്ക് മനസ്സിലാവുന്നു. ഞങ്ങൾക്ക് താങ്കളുടെ ദീർഘവീക്ഷണത്തിൽ പൂർണ്ണ വിശ്വാസമാണ്. ഉചിതമായത് ചെയ്തോളൂ. എങ്കിൽ പിന്നെ മുഗള സമ്രാട്ട് ഹുമയൂണിനെ എന്റെ രാഖി കൊണ്ടു ചെന്നെത്തിക്കാൻ ദൂതനോട് പറയൂ. ചക്രവർത്തി നീണാൾ വാഴട്ടെ. മേവാടിൽ നിന്നൊരു ദൂതൻ സന്ദേശവുമായി വന്നു നിൽക്കുന്നു. അങ്ങയെ കാണാനുള്ള അനുമതി ആഗ്രഹിക്കുന്നു. മേവാറിലെ ദൂതനും? മേവാറുമായി നമുക്ക് ശത്രുതയും മിത്രതയും ഇല്ലല്ലോ. പിന്നെ ഈ സന്ദേശത്തിന്റെ അർത്ഥം? വരാൻ പറയൂ. ചക്രവർത്തിക്ക് മേവാറിന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. മഹാറാണി കർമ്മവതി അങ്ങേക്ക് സമർപ്പിക്കാനായി ഒരു കത്തും ഒരു വിശിഷ്ട ഉപഹാരവും തന്നയച്ചിട്ടുണ്ട്. സ്വീകരിച്ചാലും? മന്ത്രി മുവജ്ജം, സമ്മാനം സ്വീകരിക്കൂ. എന്നിട്ട് ആ കത്ത് വായിച്ചു കേൾപ്പിക്കൂ. ആജ്ഞ പോലെ മഹാരാജാവേ. മുഗളവംശ തിലകമായ ഹുമയൂൺ ചക്രവർത്തിക്ക് മേവാറിലെ റാണി കർമ്മവതിയുടെ അഭിനന്ദനങ്ങൾ. ചക്രവർത്തി, മുഗളന്മാരും രജപുത്രരും തമ്മിലുള്ള ബന്ധം അത്ര മാധുര്യമുള്ളതല്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഇരുൾ മൂടിയ ഒരു തുരങ്കത്തിൽ അലഞ്ഞു തിരിയുന്ന നാം ഇനിയും അതിനുള്ളിൽ തന്നെ കഴിയണം എന്നല്ല അതിനർത്ഥം. നമ്മുടെ പ്രജകളുടെ സുഖക്ഷേമത്തിനായി നമുക്ക് പരസ്പര ഐക്യവും സഹകരണവും നിറഞ്ഞ ഒരു പുതുയുഗം കെട്ടിപ്പടുക്കണം. അതിന്റെ ആദ്യ ചുവട് ഞാൻ വെക്കുകയാണ്. ഹിന്ദു വിശ്വാസമനുസരിച്ച് സഹോദരി സഹോദരന്റെ കൈത്തണ്ടയിൽ
രാഖി കെട്ടിക്കൊടുക്കാറുണ്ട്. ഇതിലൂടെ അവൾ തന്റെ അഗാധ സ്നേഹവും സഹോദരനോടുള്ള വിശ്വാസവുമാണ് പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ സഹോദരന്റെ ചുമലിലും ചില ഉത്തരവാദിത്തങ്ങൾ വന്നു ഭവിക്കുന്നു. സുഖത്തിലും ദുഃഖത്തിലും അവളുടെ ഉത്തരവാദിത്തം സഹോദരനിൽ നിക്ഷിപ്തമാവുന്നു. ഞാൻ അങ്ങേ എന്റെ സഹോദരനായി കാണുന്നു. ഞാൻ കൊടുത്തയക്കുന്ന ഈ രാഖി സ്വീകരിച്ച് എന്നെ ധന്യയാക്കിയാലും ഇതിലൂടെ എല്ലാ മുസൽമാന്മാരും ഹിന്ദുക്കളും ഒരിക്കലും നശിക്കാത്ത സാഹോദര്യത്തിന് ഉടമയായി തീരട്ടെ. താങ്കളുടെ സഹോദരി കർമ്മവതി. യാ അല്ലാഹ്. ദൂതന് വിശ്രമിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യൂ. ദൂതൻ, താങ്കൾ വളരെ ദൂരെ നിന്നും വന്നിരിക്കുകയല്ലേ? നല്ല ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു. ഇന്ന് രാത്രി ഇവിടെ വിശ്രമിക്കൂ. നാളെ രാവിലെ മഹാറാണിയുടെ കത്തിന് ഉചിതമായ മറുപടി തന്നയക്കാം. ആജ്ഞ പോലെ മഹാരാജാവേ. സഭാവാസികളെ, നിങ്ങൾ ചിത്തൌഡിൽ നിന്നും കൊടുത്തയക്കപ്പെട്ട കത്തിന്റെ വിഷയം അറിഞ്ഞല്ലോ. ശരിയായ തീരുമാനങ്ങൾ അറിയിക്കൂ. മന്ത്രി ഖ്വാജ നിയാജിക്ക് എന്തു തോന്നുന്നു? എന്റെ പഴമനസ്സിൽ തോന്നിയത് ഞാൻ പറയുകയാണ്. ഈ കത്തൊരു കെണിയാണ്. മേവാർ ഈയിടെയായി വലിയ ആപത്തുകളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണെന്ന് ലോകർക്കറിയാവുന്ന കാര്യമാണ്. ഗുജറാത്തിലെ ചക്രവർത്തി ബഹാദൂർ ഷായിൽ നിന്നും അവർ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നു. മേവാർ സഹായത്തിനു വേണ്ടി യാചിക്കുകയാണ്. അങ്ങയെ സഹോദരനാക്കിയിട്ട് കർമ്മവതി മുസ്ലിങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ നോക്കുകയാണ് പ്രഭു. മഹാറാണി അത്തരത്തിൽ ഒരു സൂചനയും കത്തിൽ പരാമർശിച്ചിട്ടില്ലല്ലോ. മഹാരാജാവേ, അത് രാജ്യതന്ത്രത്തിന്റെ ഒരു അടവാണ്. അത് തുറന്നു പറയാറില്ല. ചിലപ്പോൾ ആയിരിക്കാം. പ്രഭോ, മേവാർ ഇതിനു മുമ്പും പല സൂത്രങ്ങൾ കാട്ടിയിട്ടുണ്ട്. കർമ്മവതി റാണിയുടെ ഭർത്താവ് സംഗ്രാമസിംഹൻ ഒരിക്കൽ നമ്മുടെ ശത്രു ഇബ്രാഹിം ലോധിയെ കൂട്ടുപിടിച്ച് ബാബർ ചക്രവർത്തിക്കെതിരെ യുദ്ധം ചെയ്തിരുന്നു. മന്ത്രി മിർജ പറയുന്നത് ശരിയാണ്. നാം സമ്മതിക്കുന്നു. രജപുത്രരും മുഗളന്മാരും യുഗങ്ങളായി ശത്രുതയിലാണെന്ന് മഹാറാണിയും സമ്മതിക്കുന്നുണ്ട്. അവർ പറയുന്നത് സത്യമാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇങ്ങനെ തമ്മിലടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇരുകൂട്ടർക്കും സമാധാനമുണ്ടാവില്ല. ഒരിക്കലും. ഞാൻ ആ ചരട് കൂട്ടിക്കെട്ടാൻ പോവുകയാണ്. പ്രഭു, കർമ്മവതി പക്ഷേ ഞാൻ നിങ്ങളുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കണോ അതോ പരിശുദ്ധ ഖുർആൻ അനുസരിച്ചോ? നാം തീരുമാനിച്ചു കഴിഞ്ഞു. നാളെ രാവിലെ തന്നെ നാം റാണി കർമ്മവതിയുടെ ഉപകാരം സ്വീകരിച്ചതായി സന്ദേശമയക്കാൻ പോവുകയാണ്. ഒരു മുസൽമാൻ ചക്രവർത്തി ഹിന്ദു റാണിയെ സഹോദരിയായി അംഗീകരിക്കാൻ പോവുകയാണ്. അതിലൂടെ ഹിന്ദു മുസ്ലിം ബന്ധത്തിൽ പുതിയൊരു അധ്യായം രചിക്കപ്പെടുകയാണ്. ബാക്സിംഗ, എന്തുണ്ട് പുതിയ വിശേഷങ്ങൾ? ശുഭവാർത്തയല്ല കേൾക്കുന്നത് റാണി. ബഹാദൂർ ഷായുടെ സൈന്യം വെട്ടുകിളിക്കൂട്ടങ്ങളെപ്പോലെ ചിത്തോടിനു ചുറ്റിനും പറന്നു നടക്കുകയാണ്. അവരെ പ്രതിരോധിക്കാനുള്ള സേനാബലം നമുക്കില്ലല്ലോ റാണി. കോട്ടയിൽ ഭക്ഷണ സാധനങ്ങളുടെ ദൗർലഭ്യമുണ്ട്. ഖജനാവിൽ ഇനി വെറും 2 മാസത്തേക്കുള്ള അന്നം മാത്രമേ മിച്ചമുള്ളൂ. ഭയാനകമായ പ്രതിസന്ധിയിലാണ് നാം ഇപ്പോൾ. എന്നാലും നാം ഹുമയൂൺ ചക്രവർത്തിയോട് സഹായം അഭ്യർത്ഥിക്കില്ല. അദ്ദേഹം നാം കൊടുത്തയച്ച രാഖി സ്വീകരിച്ച് നമുക്ക് വേണ്ട സഹായം ചെയ്തു തരാമെന്ന് വാക്ക് നൽകിയതാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഷേർഖാനോടൊപ്പം യുദ്ധത്തിൽ പങ്കെടുത്തിരിക്കുന്നു. അദ്ദേഹം നിസ്സഹായനാണെന്ന് തോന്നുന്നു. അങ്ങനെയല്ല എടത്തി. ഹുമയൂൺ ചക്രവർത്തി ഒരിക്കലും വാക്ക് തെറ്റിക്കില്ല. അദ്ദേഹം ബഹാദൂർ ഷായോട് മേവാടിൽ നിന്ന് മാറിപ്പോകാൻ ആജ്ഞാപിച്ചിരുന്നു. പക്ഷേ ആ അത്യാഗ്രഹി എല്ലാം കൈയടക്കണമെന്ന ആഗ്രഹത്താൽ അന്ധനായി മാറിയിരിക്കുകയാണ്. അയാൾ ഹുമയൂൺ ചക്രവർത്തിയുടെ ആജ്ഞ കണ്ടതായി പോലും ഭാവിച്ചില്ല. ആ റാണി
ഒരു വാർത്ത കൂടിയുണ്ട്. എല്ലാ പ്രതിസന്ധികൾക്കിടയിലും അദ്ദേഹം ബഹാദൂർ ഷായെ ഒരു പാഠം പഠിപ്പിക്കാനായി സാരംഗപുരത്തിൽ നിന്നും മന്ദസോറിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. എനിക്കെന്റെ സഹോദരനിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. പക്ഷേ അദ്ദേഹം ഇവിടെ എത്തുമ്പോഴേക്കും മേവാർ മുഴുവൻ നശിച്ചു കഴിഞ്ഞിരിക്കും. ചിത്തൌഡ് ഒരിക്കലും നശിക്കില്ല റാണി. ഈ നാട് രജപുത്ര പ്രതാപത്തിന്റെ പ്രതീകമാണ്. ചുണ്ണാമ്പും മണ്ണും കുമ്മായവും ചേർത്ത് നിർമ്മിച്ച വെറുമൊരു കോട്ടയല്ല ചിത്തൌഡ്. രാജസ്ഥാൻ പ്രൗഢിയുടെയും പ്രതാപത്തിന്റെയും അഭിമാനത്തിന്റെയും ചിഹ്നമാണ് ചിത്തൌഡ്. രജപുത്രരിലെ അവസാനത്തെ വ്യക്തിയുടെ കാലം വരെയും ചിത്തൌഡിന്റെ ധ്വജം താഴാൻ അനുവദിക്കില്ല. അമ്മ മഹാറാണി, താങ്കൾ ആശ്വസിച്ചാലും അടുത്ത നടപടി എന്താണെന്ന് തീരുമാനിക്കൂ. യുദ്ധനീതിയെക്കുറിച്ച് ആലോചിക്കുന്നതിനു മുമ്പ് നേതൃത്വത്തെക്കുറിച്ചാണ് നാം ഇപ്പോൾ ചിന്തിക്കേണ്ടത്. ഇന്ന് മേവാറിന്റെ സിംഹാസനത്തിലിരിക്കുന്ന നമ്മുടെ പുത്രൻ വിക്രമാദിത്യൻ മഹാറാണ എന്ന പദവിക്ക് ഒട്ടും യോഗ്യനല്ല എന്ന് നാം അറിയുന്നു. ബഹാദൂർ ഷായുടെ ആദ്യത്തെ ആക്രമണത്തിൽ തന്നെ അവന്റെ ദൗർബല്യങ്ങൾ നാം തിരിച്ചറിഞ്ഞതാണ്. നാം പറഞ്ഞു വരുന്നത് രാജ്യഭരണം മറ്റേതെങ്കിലും കൈകളിൽ ഏൽപ്പിക്കണമെന്നാണ്. മഹാറാണി, താങ്കൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? വിക്രമാദിത്യൻ താങ്കളുടെ പുത്രനല്ലേ? അതുകൊണ്ട് മേവാർ നമ്മുടെ ഭൂമിയാണ്, നമ്മുടെ മാതാവാണ്. എനിക്കെന്റെ മേവാർ അസംഖ്യം പുത്രന്മാരെക്കാൾ പ്രിയപ്പെട്ടതാണ് രാജാറാണ. അതെ അതെ, ഞാൻ അമ്മ മഹാറാണിയെ അനുകൂലിക്കുന്നു. രക്തബന്ധങ്ങളെക്കാൾ ഇപ്പോൾ വിലമതിക്കേണ്ടത് നമ്മുടെ മേവാറിന്റെ രക്ഷയാണ്. ശരി, പക്ഷേ രാജസിംഹാസനത്തിന്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും? ഇന്നത്തെ അവസ്ഥയിൽ സിംഹാസനം ബലിവേദിയാണെന്ന് ആരാണ് അറിയാത്തത്? സിംഹാസനത്തിൽ കുമാരൻ ഉദയസിംഹനെ ഇരുത്തിയാലും അവനും എന്റെ പുത്രനാണ്. രാജ്യത്തിനു വേണ്ടി ബലിയാടാവാൻ അവനും കടമയുണ്ട്. അങ്ങ് അവനെ രാജമുദ്ര അണിയിച്ചാലും. ഇല്ല മഹാറാണി, ഇല്ല. ഞങ്ങൾ താങ്കളെ ഈ ബാലഹത്യ ചെയ്യാൻ അനുവദിക്കില്ല. ഉദയസിംഹകുമാരനും വിക്രമാദിത്യനോടൊപ്പം സുരക്ഷിത സ്ഥാനത്തേക്ക് പോയിക്കോട്ടെ റാണി. അപ്പോൾ മഹാറാണ പദവി ആരേറ്റെടുക്കും? മഹാറാണ പദം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാർ. ഞാൻ ദിവംഗതനായ റാണ സംഗ്രാമസിംഹന്റെ കൂടപ്പറപ്പല്ല എങ്കിലും ഒരു ഇളയ സഹോദരനെ പോലെ തന്നെയാണ്. മേവാറിന്റെ രക്ഷ എന്റെയും ഉത്തരവാദിത്വമാണ്. രാജമുദ്ര എന്നെ അണിയിക്കൂ. രാജമുദ്രയല്ല അങ്ങ് ചോദിച്ചു വാങ്ങുന്നത്, മരണത്തെയാണെന്ന് ഓർക്കണം. യുദ്ധത്തിൽ മരിക്കുന്നതിന് വീരമൃത്യു എന്നാണ് പറയുന്നത്. ഓരോ രജപുത്രന്റെയും സ്വപ്നമാണ് വീരമൃത്യു വരിക്കുക എന്നത്. വരൂ, രാജമുദ്ര എന്നെ അണിയിക്കൂ. മംഗളം ഭവിക്കട്ടെ. മന്ത്രി ഹിന്ദു ബേഗ്, ചിത്തൌഡിന്റെ എന്തു വാർത്തയാണ് ദൂതൻ കൊണ്ടുവന്നിരിക്കുന്നത്? പ്രഭോ, ചിത്തൌഡിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ബഹാദൂർ ഷാ പോർച്ചുഗാരുടെ സഹായത്തോടെ മേവാർ മുഴുവൻ വളഞ്ഞിരിക്കുകയാണ്. മിക്ക പട്ടണങ്ങളും അവർ പിടിച്ചെടുത്തു കഴിഞ്ഞു. രജപുത്രന്മാർ കോട്ടവാതിലുകളെല്ലാം തുറന്ന് അവരുമായി പൊരിഞ്ഞ പോരാട്ടം നടത്തുകയാണ്. കോട്ടയ്ക്കുള്ളിലെ അവസ്ഥയോ? നമ്മുടെ സഹോദരി സുരക്ഷിതയല്ലേ? ക്ഷമിക്കണം പ്രഭു, മഹാറാണിയെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. അല്ലാഹുവേ, നമ്മെ സഹായിക്കൂ പ്രഭു. നമ്മുടെ സഹോദരിയെ രക്ഷിക്കൂ പ്രഭു. പ്രതിസന്ധികളിൽ സഹായിക്കാമെന്ന് നാം നമ്മുടെ സഹോദരിക്ക് വാക്കുകൊടുത്തതാണ്. നമ്മുടെ പ്രതിജ്ഞ പാലിക്കാൻ അങ്ങ് കൃപ ചൊരിയൂ, പരമകാരുണികനായ അല്ലാഹുവേ. ചക്രവർത്തി, ചിത്തൌഡിന്റെ സുരക്ഷയിൽ അങ്ങ് ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല. ബംഗാളിൽ നിന്ന് ഷേർഖാനെ തുരത്തിയിട്ട് സാരംഗപുരം മുതൽ മന്ദസൗരം വരെ അങ്ങ് പടനയിച്ചില്ലേ? അള്ളാഹുവിന്റെ കൃപയാൽ ബഹാദൂർ ഷായെ ഒരു പാഠം പഠിപ്പിക്കാനും അങ്ങേക്ക് കഴിയും. മഹാറാണി കർമ്മവതിയെ സംരക്ഷിക്കാൻ. മിർജ, ഇത് നമ്മുടെ പ്രതിജ്ഞയെ മാത്രമല്ല, മുഴുവൻ മുഗൾ വംശത്തെയും ബാധിക്കുന്ന ഒന്നാണ്. നമ്മുടെ അമാന്തം കാരണം പ്രിയ സഹോദരിക്ക് എന്തെങ്കിലും ആപത്തുണ്ടായാൽ ഒരിക്കലും കാലം എനിക്ക് മാപ്പ് തരില്ല. ഒരിക്കലും. പ്രഭോ, പരമശക്തനായ അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ചാലും എല്ലാം ശരിയാകും. അല്ലാഹുവേ, ദീനദയാലു,
നമുക്ക് നേർവഴി കാണിച്ചാലും നമ്മുടെ സഹോദരിയെ സുരക്ഷിതയായി കാത്താലും ഭടന്മാരെ മുന്നോട്ട് കുതിക്കൂ, പോർക്കളത്തിലേക്ക് ഇറങ്ങൂ, നമ്മുടെ ചിത്തൗടിന്റെ അഭിമാനം രക്ഷിക്കൂ. മഹാറാണി കർമ്മവതി വിജയിക്കട്ടെ. വരൂ, മുന്നോട്ട് കുതിക്കൂ, മേവാടിനെ രക്ഷിക്കൂ. മതി, അതാണ് നല്ലത്. അതെ, ജവാഹർ ബായി എനിക്ക് വഴികാട്ടി തന്നു. ഞാനും വാളെടുക്കും, യുദ്ധം ചെയ്യും. എന്റെ മേവാറിനെ ഞാൻ ശത്രുവിന്റെ ചോര കൊണ്ട് കഴുകും. പിന്നെ എന്റെ പ്രിയ പതിയുടെ ലോകത്തിലേക്ക് ഞാനും പോകും. മഹാറാണി, ശത്രുക്കൾ വളരെ അടുത്താണ്. റാണിയുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ ശരവേഗത്തിൽ ഇവിടെ എത്തിയത്. പാടല പോലെ കവാടത്തിൽ വെച്ച് താൻ സ്വീകരിച്ച രാജമുദ്രയുടെ കടം വീട്ടാനെന്ന വണ്ണം ബാഗ് സിംഗ് വീരവൃത്തി വരിച്ചിരിക്കുന്നു. റാണി ജവാഹർ ബായിയും തന്റെ ജീവൻ ത്യജിച്ചു. മേവാടിന്റെ ആത്മാവിന്റെ പ്രതീകമായി ഇനി അങ്ങ് മാത്രമാണ് അവശേഷിക്കുന്നത്. ശത്രുക്കൾ പ്രബലരാണ്. ഭാഗ്യം ഒട്ടും അനുകൂലവുമല്ല. അങ്ങയുടെ നിഴൽ കണ്ടാൽ പോലും ആപത്ത്. മരിക്കാൻ ഇനി വിരലിലെണ്ണാവുന്ന രജപുത്രൻ മാത്രമാണ് ശേഷിക്കുന്നത്. അങ്ങ് പരിഭ്രമിക്കേണ്ട. അവസാന ശ്വാസം വരെയും അവർ മേവാറിന് വേണ്ടി പോരാടും. ചോടാവത് കർമ്മൻ, അങ്ങ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വിശ്വസിക്കൂ, ശത്രുക്കൾ എന്റെ നിഴൽ പോലും സ്പർശിക്കയില്ല. രജപുത്ര സംസ്കാരം നമ്മെ രക്ഷിക്കും. പോകൂ, പോയി കോട്ടമുറ്റത്ത് ചിത കൂട്ടൂ. ആ ചിതയുടെ താപത്താൽ ഒരു ശത്രുവിനും ഒരിക്കലും ഇവിടെ കടക്കാൻ കഴിയില്ല. മഹാറാണിയുടെ സ്വർഗാരോഹണ സമയത്ത് എനിക്ക് അദ്ദേഹത്തോടൊപ്പം പോകാൻ കഴിഞ്ഞില്ല. അന്നെന്റെ ഗർഭത്തിൽ ജീവന്റെ തുടിപ്പ് വളരുന്നുണ്ടായിരുന്നു. ഇന്നിതാ ഞാൻ യാത്രയാവുകയാണ് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും. പോകൂ, പോകൂ, അങ്ങ് പോയി ചിതയൊരുക്കും. ചക്രവർത്തി പ്രണാമം. ഹോ, 2 മാസത്തെ പ്രയത്നത്തിന് ഫലം കണ്ടല്ലോ. ബഹാദൂർ ഷായ്ക്ക് പരാജയം സമ്മതിക്കേണ്ടി വന്നല്ലോ. അറിഞ്ഞോ, അയാൾ തന്റെ കൂട്ടാളികളെയും കൂട്ടി യുദ്ധക്ഷേത്രത്തിൽ നിന്നും ഓടിയൊളിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മാണ്ടുവിൽ തമ്പടിച്ചിരിക്കുകയാണെന്ന് കേട്ടു. മാണ്ടു, നാം അവനെ ഏത് നരകത്തിൽ പോയാലും വെറുതെ വിടില്ല. പോകൂ, പോയി സൈന്യത്തെ മാണ്ടുവിലേക്ക് പുറപ്പെടാനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. പ്രഭു ക്ഷമിക്കണം, ഒരു വാർത്ത അറിയിക്കാനുണ്ട്. പറയൂ, എന്താണ് വാർത്ത? പ്രഭു, ഒരു സന്ദേശം കിട്ടിയിട്ടുണ്ട്. ഷേർഖാൻ വീണ്ടും തലപൊക്കിയിരിക്കുന്നു. അയാൾ വീണ്ടും സേനാസന്നാഹം നടത്തിയിരിക്കുകയാണ്. അയാളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം ബംഗാളും ബീഹാറും പിടിച്ചടക്കുകയാണ്. ആ അഹങ്കാരിക്ക് ഒരിക്കൽ നാം ശിക്ഷ കൊടുത്തതാണ്. ഇനിയും അവൻ ഇത്തവണ എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടില്ല, രക്ഷപ്പെടാൻ അനുവദിക്കില്ല. ആ മാളത്തിൽ ഒളിച്ചിരിക്കുന്ന ആ വിഷസർപ്പം ബഹാദൂർ ഷായെയും വെറുതെ വിടില്ല. നമുക്കുടനെ മാണ്ടുരാജ്യം ആക്രമിച്ച് കീഴടക്കിയേ തീരൂ. ഞാൻ എന്താണ് ചെയ്യേണ്ടത് പ്രഭു? താങ്കൾ എത്രയും പെട്ടെന്ന് മിടുക്കരായ കുറച്ച് സൈനികരും ആയുധങ്ങളുമായി പുറപ്പെട്ട് ആ മൂഢനായ ഷേർഖാന്റെ വഴി തടയൂ. നാം നമ്മുടെ പ്രിയ സഹോദരിയുടെ ശത്രു ബഹാദൂർ ഷായെ, ആ പുഴുവിനെ ചുട്ടു ചാമ്പലാക്കാൻ പോവുകയാണ്. ആജ്ഞ പോലെ പ്രഭു. മിർജ ഹിന്ദു ബേഗ്, സൈന്യത്തെ മാണ്ടുവിലേക്ക് പുറപ്പെടാനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. ഉത്തരവ്.
ഹുമയൂൺ ചക്രവർത്തി, അങ്ങനെയായിരുന്നു ചിത്തൗഡിന്റെ നാശവും അങ്ങയുടെ സഹോദരിയുടെ ആത്മാഹൂതിയും സംഭവിച്ചത്. അമ്മയുടെ ചിതയിലെ തീ കെട്ടടങ്ങി. പക്ഷെ അതിൽ നിന്നുയർന്ന പുകയാൽ ചിത്തൗഡിന്റെ പ്രതാപമെല്ലാം മങ്ങിപ്പോയിരിക്കുന്നു. അത് ഇനി എന്നും മങ്ങിത്തന്നെയിരിക്കും. വിക്രമാദിത്യ മഹാരാജാവേ, കാലത്തിന്റെ പോക്കിനെയും വിധിയെയും നമുക്കൊരിക്കലും തടയാൻ കഴിയില്ല. പക്ഷേ നാം ഇപ്പോൾ ഒന്ന് ചെയ്യുന്നു. അങ്ങയെ നാം സിംഹാസനത്തിൽ ഉപവിഷ്ടനാക്കി നമ്മുടെ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യുകയാണ് കുമാര. ഇന്നു മുതൽ ചിത്തൗഡിന്റെ ശത്രു നമ്മുടെയും ശത്രുവാണ്. മുഗളവംശം ഇന്നു മുതൽ ശീതളഛായ പകർന്ന് താങ്കളുടെ ഓരോ പ്രശ്നങ്ങളിലും തണലായി നിൽക്കും. നമ്മുടെ ഹിന്ദു സഹോദരിയുടെ പവിത്രമായ ഓർമ്മകളോടൊപ്പം ഹിന്ദു മുസ്ലിം ഐക്യം എന്നും നിലനിൽക്കട്ടെ, എന്നും നിലനിൽക്കട്ടെ, എന്നും നിലനിൽക്കട്ടെ, എന്നും. കർമ്മവതി, പ്രിയ സഹോദരി കർമ്മവതി, ഭാരതത്തിന്റെ ഈ ഭൂമിയിൽ നിന്ന് ഇനിയും അനേകം ഹുമയൂണുകൾ ജന്മമെടുക്കും. അങ്ങനെ നിന്റെ രാഖിയുടെ കടം കാലം വീട്ടി തീർക്കും, കാലം വീട്ടി തീർക്കും, കാലം വീട്ടി തീർക്കും. സമയത്തിന്റെ കാൽപ്പാടുകൾ ദേശീയ നാടക പരിപാടിയിൽ അവതരിപ്പിച്ച നാടകം സമാപിക്കുന്നു. മൂല ഹിന്ദി രചന ജിതേന്ദ്ര കപൂർ. മലയാള പരിഭാഷ ശ്രീദേവി PS. പങ്കെടുത്തവർ അനന്തപുരം രവി, നടുവട്ടം സത്യശീലൻ, VS അജയൻ, ഓണവില്ല് ബിൻകുമാർ, അണ്ടൂർകോണം വാഹിദ്, K സംഗീത് കുമാർ, നാരായണൻ നായർ, ബിജു കല്ലുവാതുക്കൽ, രാജ്മോഹൻ കുവളശ്ശേരി, സന്ധ്യ രാജേന്ദ്രൻ, ലിസി ജോസ്. സംവിധാനം രാജേശ്വരി മോഹൻ. സംവിധാന സഹായം നിസാമുദ്ദീൻ, ദുർഗാരാജു.